ഹലോ, ഇന്നൊരു വാട്ട ഈറ്റിനിടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ തന്നെ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ പുറത്ത് നല്ല മഴയായിരുന്നു. പിന്നെ ഒന്നും വിചാരിച്ചില്ല, മഴയൊക്കെ കണ്ടിട്ടേ ഉള്ളൂ ബാക്കിയുള്ള പരിപാടിയും. അങ്ങനെ കുറേ നേരം മഴ ആസ്വദിച്ച് കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് ചെന്ന് പല്ലൊക്കെ തേച്ചൊന്ന് ഫ്രഷായി വരുമ്പോഴത്തേക്കും ഏട്ടൻ പാലും കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ പാല് കാച്ചി എനിക്കുള്ള കട്ടനിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ആശാത്തിയുടെ വിളി വന്ന് പോയി നോക്കുമ്പോൾ ഇതാ എണീറ്റിരിക്കുന്നു. പിന്നെ അവളെ എടുത്ത് പുറത്ത് കൊണ്ടുപോയി എൻ്റെ ചായ കുടിയും നടക്കുന്നുണ്ട്. അവൾക്ക് കുറച്ച് മഴയും കാണിച്ചു കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം പുറത്ത് നിന്നു. പിന്നെ ഇതൊന്ന് കഴിക്കാൻ ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കിയത്. അതിനൊപ്പം പപ്പടം വറുത്തു. കറി എന്ന് പറയുകയാണെങ്കിൽ തലേ ദിവസത്തെ ചിക്കൻ കറിയാണ്, അതും വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഏട്ടനക്ക് ചായ ആക്കി കൊടുത്തു. അതും കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ കൂടിയതായി കണ്ടു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫ്രഷായി കഴിഞ്ഞിട്ട് മഴയെ നോക്കി നിൽക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മോൾക്ക് മഴ കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ. അവൾക്ക് ഈ മഴ നനഞ്ഞിരിക്കുന്ന കാക്കേനെയും തത്തേനെയൊക്കെ കാണാൻ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കാണിച്ചു കൊടുത്തു. അവൾ ഈ മഴവെള്ളം പിടിക്കാൻ വേണ്ടിയുള്ള കളിയിലാണ്. മേലെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഞങ്ങൾ 4ാമത്തെ നിലയിലാണ്, പക്ഷേ നല്ല ഭംഗിയുണ്ട്. പിന്നെ മഴയല്ലേ, അപ്പോൾ എന്തെങ്കിലും കുറച്ചിരിക്കാൻ വിചാരിച്ച് മോളുടെ റിസ്ക് എടുത്ത് കഴിച്ചു. പിന്നെ ഒരു 11:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു പേരക്ക ഉണ്ടായിരുന്നു. ആ പേരക്ക മുറിച്ച് പീസാക്കി ഞങ്ങളങ്ങ് കഴിച്ച്. ഉച്ചയായപ്പോഴത്തേക്ക് ഫുഡ് റെഡി ആയിട്ടുണ്ട്. ചോറും ഇന്ന് മുരിങ്ങ കറിയാണ് കേട്ടോ. വെള്ളരിക്കട്ട് മുരിങ്ങ വെച്ചതാണേ, തേങ്ങ അരച്ച് വെച്ച കറി. പിന്നെ മുള്ളം പൊരിച്ചതുണ്ട്, അച്ചാറുണ്ട്. ഇതാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം. പിന്നെ ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടുപേരും എഴുന്നേറ്റ് മഴ കുറഞ്ഞോന്ന് നോക്കുന്നുണ്ട് കേട്ടോ. വൈകുന്നേരം ആയി വരും തോറും കുറച്ച് മഴ കുറഞ്ഞ് വരുന്നതായിട്ട് എനിക്കും തോന്നിട്ടോ. ഞാൻ നോക്കിയിരുന്നു കുറച്ച് നേരം, പിന്നെ അങ്ങ് പോയി. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും മഴ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് കേട്ടോ. മഴ മാറി കഴിഞ്ഞപ്പോഴത്തേക്കും ഏട്ടൻക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി കേട്ടോ. അങ്ങനെ ഏട്ടൻ പോയി. തിരിച്ചു വരുമ്പോഴേക്കും ഏട്ടൻ പരിപ്പ് വടയായിട്ടാണ് വന്നത് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, ചായ വെച്ച് കൊടുത്തു. പരിപ്പ് വടയും കൂട്ടി കഴിച്ച് അങ്ങനെ സംസാരിച്ചിരുന്ന സമയം പോയതേ അറിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ വൈകുന്നേരത്തേക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോയി. ഇന്ന് ചപ്പാത്തിയും ഉള്ളി തക്കാളിയും വയറ്റിയ കറിയാണ്. അതും കഴിച്ച് ഇന്നത്തെ വാട്ട ഈറ്റിനിടെ അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.